ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയതായിട്ട് വന്ന ഷോർട്ട് ടൈം പാക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാ, നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയാലാണ് യൂസ്ഫുള്ളായിട്ട് വരിക എന്നുള്ള രീതിക്കാണ് പറയാനുള്ളത്. എവിടെ കൊണ്ട് വെച്ച് പാക്ക് ഓക്കെ. അപ്പോൾ ഈ ഒരു പാക്കിനെ കുറിച്ചൊരു ഓവർവ്യൂ പറയാനുള്ള രീതിക്കാണ്. എനിക്ക് ഈ 8 സ്പിന്നൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ കറക്കി, ആരും കിട്ടിയില്ല. അപ്പം കറക്കിയിട്ട് ആരെങ്കിലും കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കളിപ്പിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, ആരെയും കാണുന്നുണ്ടെങ്കിൽ. ഇതിനെക്കുറിച്ചൊരു ഓവർവ്യൂ പറയാം രീതിക്കാണ് ഞാൻ വന്നത്. അപ്പോൾ പറയാനുണ്ടെങ്കിൽ വേൾഡ് കപ്പ് ടൈമാണ്, അവർക്ക് ഇഷ്ടംപോലെ കറൻലി കളിക്കുന്ന പ്ലേയേഴ്സിനെ കൊണ്ടുവരാം. ഇവൻ ഷോർട്ട് ടൈമാണ് തന്നത്, ഓക്കെ. കറൻലി കളിക്കുന്ന അത്യാവശ്യം നല്ലൊരു കുറേ പ്ലേയേഴ്സ് ഉണ്ട്, അവരൊക്കെ കുറച്ച് ഇൻക്ലൂഡ് ആക്കുക എന്നുള്ള നല്ലൊരു കാര്യം ചെയ്യായിരുന്നു. പക്ഷെ അവർ ചെയ്തിട്ടില്ല. അത് അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ് ഉള്ളത്. ബട്ട് ഈ വേൾഡ് കപ്പ് പോലത്തെ ഇവൻറ്റിൽ ഇങ്ങനെ നമ്മളെ സൈഡാക്കി ഒതുക്കിയതിനൊരു ചെറിയൊരു വിഷമം. സംഭവം വെച്ചാൽ നമ്മുടെ മുന്നേ വരെ നമുക്ക് എപ്പിക്ക് വരെ ഫ്രീ റേറ്റ് തന്നതാണ്, 105 റേറ്റിംഗ് ഒക്കെ പോകണേ. ബട്ട് ഇപ്പോൾ ഇങ്ങനെ തരുമ്പോൾ ഭയങ്കര ഡൗൺ ഗ്രേഡാണ് നമുക്ക്. മേ ബി എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്ത് നമുക്ക് ട്രഷർ ലിങ്ക് വരാൻ പോകുന്നുണ്ട്, അതായത് ഈ ഒരു വേൾഡ് കപ്പ് ഇവൻറ്റിന് ശേഷം. അതിൽ എപ്പിക്ക് തരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം തരാമെന്നുള്ള രീതിക്കായിരിക്കും അവർ വെച്ചത്. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ സ്കില്ലുണ്ട്. അത്യാവശ്യം 103 റേറ്റിംഗ് 102 റേറ്റിംഗ് എല്ലാവർക്കും പോകുന്നുണ്ട്. ആ രീതിക്കാണ് വരുന്നത്. ഇപ്പം F2P യൂസേഴ്സാണ്, ഒരു പൊസിഷനിലേക്കൊക്കെ പ്ലെയർ അല്ല, ആ പെർട്ടിക്കുലർ പൊസിഷൻസിലേക്ക് കുറച്ചുകൂടി ബെറ്റർ ഒരു കാർഡ് എന്ന രീതിക്കാണ് ഈ പ്ലേക്കൊക്കെ വന്നത്. അങ്ങനെ തന്നെ പ്രത്യേകിച്ച് വലിയ പെർഫോമൻസ് തരുന്ന അങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ടത് ഫ്രീ കാർഡ്സാണ്. അപ്പോൾ ആ രീതിക്കുള്ള പെർഫോമൻസ് തരുള്ളൂ. ഫസ്റ്റ് വീക്ക് മേ ബി പെയ്ഡ് കാർഡ്സ് പോലൊക്കെ ഇവർ കളിക്കുന്ന കാണാൻ പറ്റും. പിന്നീട് കൊനാമി തന്നെ ഇവരുടെ പവർ കുറച്ച് വരും. അതാണ് ഒരു ഫ്രീ കാർഡിൻ്റെ അവസ്ഥ. അതുതന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. നമുക്കെന്തായാലും 28 ഫ്രീ സ്പിന്ന് ടോട്ടൽ തരുന്നുണ്ട്. നമുക്കെന്തായാലും ആ കാര്യം പറയാം. 28 ഫ്രീ സ്പിന്നാണ് ടോട്ടൽ കിട്ടുന്നത്. പല സമയങ്ങളിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും ഓരോ ഷോർട്ട് ടൈം എങ്കിലും കിട്ടും എന്നുള്ള രീതിക്കാണ് കൊനാമി ഇവൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഒരു ഇവൻറ്റ് ഈ ഒരു ക്യാമ്പയിൻ എടുത്ത് നോക്കിയാൽ ഒരു സ്പെഷ്യൽ ചാൻസ് ഡീൽ കാണാൻ പറ്റും. 28 ഫ്രീ സ്പിന്നിൽ 22 എണ്ണം ആദ്യം എടുക്കുന്നതിൽ ഒരു ഷോർട്ട് ടൈം പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ചാൻസ് ഡീൽ നിങ്ങൾക്ക് കിട്ടും. അതുവഴി നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് അല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പ്ലെയറൊന്നും എടുക്കാൻ പറ്റില്ല. റാൻഡായിട്ടുള്ള ഒരു ഷോർട്ട് ടൈമിനെ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. അതായത് ഏതാ പ്ലെയർ നമുക്ക് പറയാൻ പറ്റില്ല, ഷോർട്ട് ടൈം എന്തായാലും കിട്ടും, അത്രേ ഉള്ളൂ. അത്ര ഇവൻറ്റിനെ കുറിച്ച് പറയാനുള്ളൂ. പ്രത്യേകിച്ച് വലിയ ഗുണം വെച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ ഒരു പരിപാടി ഓരോ പിടിച്ചിട്ടുള്ളത് സെലക്ഷൻ കോൺട്രാക്റ്റൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ നമുക്ക് പാക്കിലേക്ക് വരാം. പാക്കിൽ ഓരോ പ്ലേയേഴ്സിൻ്റെയും കാര്യങ്ങൾ ഞാൻ പറയുന്നത് അധികം വിളിച്ച് കിട്ടി വെറുപ്പിക്കുന്നില്ല. എവിടെ പോയി പാക്ക്? ഓക്കെ, നമ്മൾ പാക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാക്കിൻ്റെ ഉള്ളിൽ കയറി നോക്കാം നമുക്ക്. ഫസ്റ്റ് പ്ലെയർ നോക്കുകയാണെങ്കിൽ കോബലാണ്. കോബൽ 195 ഹൈറ്റ് വരുന്ന ഒരു ഒഫൻസീവ് ഗോൾ കീപ്പറാണ്. നമ്മുടെ ഫേസ് റിവാർഡ് ഡിഗിയൻ്റെ ഏകദേശം ആ രീതിക്ക് വരുന്നത്. ബട്ട് ബെറ്റർ പ്ലെയർ ബിൽഡാണ് ഇത് കോബലിനുള്ളത്. 195 ഹൈറ്റും ആം കവറേജും ലെഗ് കവറേജൊക്കെ കുറച്ചുകൂടെ ബെറ്ററാണ്. നമ്മുടെ സ്റ്റാറ്റ്സ് വൈസ് നോക്കുമ്പോൾ നമ്മുടെ ഫ്രീ ഒലിവർ കാൻ അത്രയൊന്നുമില്ല. നമുക്കറിയാലോ ഇപ്പോഴത്തെ ഗോൾ കീപ്പേഴ്സിൻ്റെ സംഭവം എന്ന് വെച്ചാൽ സ്റ്റാറ്റ്സിനേക്കാളുപരി അവരുടെ പ്ലെയർ ബിൽഡാണ് മാറ്റർ ചെയ്യുന്നത്. ഹൈറ്റും ആം കവറേജ് ലെഗ് കവറേജ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗെയിമിൽ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീക്ക് ഫുട്ട് യൂസേജ് റയർലി ആക്യുറസി ഹൈ ആണ്. ഇതൊന്നും നോക്കണ്ട, കാരണം ഗോൾ കീപ്പേഴ്സിന് അങ്ങനെ ആകുമ്പോഴൊന്നുമില്ല. ഫോം സ്റ്റാൻഡേർഡാണ്. അധിക പ്ലേയേഴ്സും ഇപ്പോൾ ഷോർട്ട് ടൈം വരുന്നത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്. അവർ എന്തായാലും ഫോം ബാധിക്കും കറണ്ട് പെർഫോമൻസ് അനുസരിച്ച്. ഇഞ്ചറി റെസിസ്റ്റൻസ് ലോ ആണ്, അത് നോക്കണം കേട്ടോ. ഗോൾ കീപ്പറാണ്ട് വലിയ സീൻ ഉണ്ടാവില്ല. സ്പെഷ്യൽ സ്കില്ലായിട്ട് വരുന്നത് GK സ്പിരിറ്റ് റോളാണ്. ഡിഫൻഡേഴ്സിനൊക്കെ എബിലിറ്റി കൂട്ടുന്ന സ്കില്ലായിട്ട് വരുന്നത്. രണ്ടാമത് നമ്മുടെ കോവച്ചിച്ചാണ്. കോവച്ചിച്ച് ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പ് നല്ല ബോക്സ് ടു ബോക്സ് പ്ലെയറിനെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറിനെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ഉള്ളൊരു ബോക്സ് ടു ബോക്സാണ് കോവച്ചിച്ച്. ഡിഫെൻസീവ് ആയിട്ടാണെങ്കിലും ഡീസൻറ്റ് സ്റ്റാറ്റ്സ് ഉണ്ട്. ഡ്രിബിളിംഗ് പരമായിട്ട് നല്ല രീതിക്ക് നമുക്ക് ബോൾ കൺട്രോളും ഡ്രിബിളിംഗ് ടൈറ്റ് പൊസിഷനൊക്കെ കാണാൻ പറ്റും സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ പാസിങ്ങും അത്യാവശ്യം നല്ലതുണ്ട്. വീക്ക് ഫുട്ട് ഹൈ ആക്യുറസി ഹൈ ആണ്. ഫോം അൺവേവറിങ് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചറി റെസിസ്റ്റൻസ് ഇവിടെയും ലോ ആണ്, അത് ചെറിയൊരു കൺസേൺ ആണ് മിഡ്ഫീൽഡർ ആയതുകൊണ്ട് തന്നെ. സ്പെഷ്യൽ സ്കില്ല് നോക്കുകയാണെങ്കിൽ വിഷനറി പാസ് ആണ്. അത്യാവശ്യം നല്ലൊരു യൂസ്ഫുള്ളായ സ്കില്ലാണ് മിഡ്ഫീൽഡർ വെച്ച് നോക്കുമ്പോൾ. മൂന്നാമത് നമ്മുടെ മദ്വയ്ക്കാണ്. മദ്വയ്ക്ക് നല്ലൊരു സ്പീഡി വിങ്ങറാണ്. അതുപോലെ തന്നെ ഡ്രിബിൾ ചെയ്ത് കളിക്കാൻ പറ്റുന്നൊരു പ്ലെയർ കൂടെയാണ് മദ്വയ്ക്ക്. അപ്പോൾ പ്രൊലിഫിക് വിങ്ങറാണ്. നല്ലൊരു വിങ്ങർ കാർഡൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. നമ്മുടെ ഡെയിലി ഗെയിം യൂസ് ഡേസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആക്സലറേഷൻ ബേസ്റ്റ് സ്കില്ലൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. ഇവിടെയും ഇഞ്ചറി റെസിസ്റ്റൻസ് ലോ ആണ്. ഫോം സ്റ്റാൻഡേർഡാണ്.
വീക്ക് ഫീൽഡ് യൂസേജ് റയർലി ആണെങ്കിലും അക്യൂറസി ചെയ്യാണ്, അപ്പോൾ വലിയ സീൻ ഉണ്ടാവില്ല. ബട്ട് ഞാൻ പറയുന്നതാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ തന്നെ കളിപ്പിക്കാനാണ് പറയുക. കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാറ്റ്സൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ വരുന്ന ഈ ഒരു POTW കാർഡ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്റ്റാറ്റ്സൊക്കെ തന്നെ ഇവിടെ മറ്റൊക്കെ കൊടുക്കുന്നുള്ളൂ. സ്പെഷ്യൽ സ്കില്ലായിട്ട് ആക്സലറേഷൻ ബേസ്റ്റും കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ വലിയ മെച്ചമൊന്നും ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് വരുന്നത് റൊമേറോ ആണ്. ഈ പാക്കിലെ സ്റ്റാറ്റ്സ് വൈസ് ഈ പൊസിഷനിൽ പെർട്ടിക്കുലർ പൊസിഷനിൽ വരുന്ന ബെറ്റർ നമ്പർ 1 പ്ലെയർ എന്നൊക്കെ പറയാം ക്രിസ്റ്റ്യാനോ റൊമേറോനെ. ഒരു 185 ഹൈറ്റൊക്കെ വരുന്ന ഡെസ്ട്രോയർ കാർഡാണ് ക്രിസ്റ്റ്യാനോ റൊമേറോയുടെ. നോർമലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു 188 ഹൈറ്റൊക്കെയാണ് ഇപ്പോഴത്തെ ഗെയിം പ്ലേയിൽ ഡിഫൻഡർ മിനിമം വേണ്ടത്. 187 188 ആ ഒരു ലെവലിൽ വേണം. പിന്നെ ഇതിൽ ചെറിയൊരു നെഗറ്റീവ് അത് പറയാനുള്ളത് ഹൈറ്റ് വലിയ സംഭവമൊന്നുമില്ല, നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഹൈറ്റ് തന്നെയാണ് ഡിഫൻഡർ എന്ന് വെച്ച് നോക്കുമ്പോൾ. നല്ല സ്പീഡും അത്യാവശ്യം ആക്സലേഷനൊക്കെ വരുന്നൊരു കാർഡ് തന്നെയാണ്. ഇവിടെ ഇഞ്ചറി റെസിസ്റ്റൻസ് ലോയും ഫോം സ്റ്റാൻഡേർഡുമാണ്. ഈ ഒരു പാക്കിലൊന്നും അധികം പ്ലേയേഴ്സും അങ്ങനെയാണ്. സ്പെഷ്യൽ സ്കിൽ നോക്കുകയാണെങ്കിൽ ഏരിയൽ ഫോർട്ട് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹൈറ്റിൻ്റെ കാര്യം വലിയ മാറ്ററായിട്ട് വരില്ല. ഏരിയൽ ഫോർട്ട് സ്കില്ല് കൂടെ ട്രിഗർ ആകുമ്പോൾ 185 ഹൈറ്റ് ഒരു ഡീസൻറ്റ് ഹൈറ്റ് തന്നെയാണ്. നമുക്ക് അക്കാഞ്ചിനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഡെയിലി ഗെയിമിൽ, ഏകദേശം അതുപോലെ ഉണ്ടാവും. പക്ഷേ കുറച്ചുകൂടെ സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടെസ്ട്രോയറായിട്ട് വരും. നെക്സ്റ്റ് വരുമ്പോൾ സൊർലോത്താണ്. അപ്പോൾ സൊർലോത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്പർ 2 എന്ന് ഞാൻ പറയാം ഈ ഒരു പാക്കിൽ യൂസ്ഫുള്ളായിട്ട് വരുന്ന ഒരു കാർഡായിട്ട്. കാരണം സൊർലോത്തിനെ നമുക്കറിയാം നല്ല ഹൈറ്റുള്ള പ്ലെയറാണ്. നമുക്കിപ്പോൾ കോളർ അല്ലെങ്കിൽ ഒനോച്ചു ഇതുപോലത്തെ ഹെഡ് മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയില്ല, അതായത് നമ്മൾ ക്രോസ് പാം ചെയ്ത് ഹെഡ് തന്നെ കളിക്കുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആകാൻ പോകുന്ന കാർഡാണ്. അല്ല നോർമൽ യൂസേഴ്സ് ആണെങ്കിലും നല്ല യൂസ് വരുന്നൊരു കാർഡ് തന്നെയാണ്. ടാർഗറ്റ് മാൻ ആണ് പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. ഡ്രിബിളും ചെയ്ത് കളിപ്പിക്കരുത്, കൊള്ളറിനെ പോലെ തന്നെ ഇങ്ങനെ ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള പ്ലെയറൊന്നുമല്ല. ഏരിയലി ഭയങ്കര പവേഴ്സുള്ളതാണ്, നല്ല സ്ട്രോങ് പ്ലെയറാണ്. ആ രീതിക്കാണ് സൊർലോത്തിൻ്റെ കാർഡും അധികം വരാറ്. അപ്പോൾ അറിയാലോ, ക്രോസ് ചെയ്യുക, ഹെഡ് ഒത്തിക്കുക, തന്നെയാണ് മെയിൻ സംഭവം. ഇവിടെ ഫോം അൺവേവറിങ് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചറി റെസിസ്റ്റൻസ് ബെറ്ററാണ്, വീഡിയോ ഉണ്ട്. വീക്ക് ഫുഡ് ആക്യുറസി ഹൈ ആണ്. ഇപ്പോൾ ഇല്ല വലിയ സീനൊന്നുമില്ല. സൂപ്പർ സബ് സ്കില്ലൊക്കെ വരുന്നുണ്ട്. മെയിൻ സ്കില്ലായിട്ട് വരുന്നത് ബുള്ളറ്റ് ഹെഡറാണ്. അപ്പം അത്യാവശ്യം നല്ലൊരു ഹെഡ് മെഷീൻ എന്നൊക്കെ വേണേൽ പറയാൻ പറ്റും. നിങ്ങൾ ഹെഡ് ചെയ്ത് മാത്രം കളിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് ഈ ഒരു പ്രോഗ്രഷൻ കൊടുത്താൽ മതി കേട്ടോ. 102 റേറ്റിംഗ് ഒക്കെ പോകും. നെക്സ്റ്റ് വരുന്നത് മൈക്കൽ മെറീനോ ആണ്. നല്ല ഹൈറ്റ് ഉണ്ട്, 189 ഹൈറ്റൊക്കെ വരുന്നൊരു ഹോൾ പ്ലെയർ കാർഡ് മൈക്കൽ മെറീനോ ഉണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ റോഡ് ഗുള്ളിറ്റ് ഉണ്ടല്ലോ, ഗുള്ളിറ്റിൻ്റെ ഒരു ലേറ്റ് വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ഹൈറ്റ് വരുന്ന ഡ്രിബ്ലിംഗ് ആയിട്ട് ഇങ്ങനെ കളിക്കുന്ന പ്ലെയറൊന്നുമല്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള പ്ലെയറാണ്. ലോ സ്ക്രീമർ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു തേർഡ് ടാർഗറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഗോബിൽ, സെക്കൻഡ് സോർലോത്ത്, പിന്നെ തേർഡായിട്ട് മൈക്കൽ മെറീനോ ആണ് പറയുന്നത്. കാരണം ഞാൻ സ്പെയിനാണ് എടുക്കൽ ഈ നാഷണൽ ടീംസ് ഈവൻ്റൊക്കെ വരുമ്പോൾ. ലെഫ്റ്റിൽ ഫെർമി ലോപ്പസും, മെറീനോ റൈറ്റ് ഫൂട്ടറല്ല ലെഫ്റ്റ് ഫൂട്ടറാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ ഹോൾ പ്ലെയർ പോലെ കളിപ്പിച്ചാൽ രണ്ട് സൈഡിലും എനിക്കൊരു ലോ സ്ക്രീമർ സെറ്റപ്പ് കിട്ടും. അതുകൊണ്ടാണ് മൂന്നാമത്തെ ഒരു ടാർഗറ്റായിട്ട് പറയുന്നത്. അപ്പോൾ നല്ല ബാലൻസ്ഡ് ആയിട്ട് സ്റ്റാറ്റ്സൊക്കെ ഉണ്ട് പുള്ളിക്ക് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മെംഫിസ് ഡിപ്പായ് ആണ്. മെംഫിസ് ഡിപ്പായിൻ്റെ കാര്യം പറയുമ്പോൾ ഡീപ്പ് ലിങ്ക് ഫോർവേഡാണ്. എൻ്റെ മുന്നേ ഹൈലൈറ്റ് കാർഡ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു, അറിയില്ല. ഏതൊരു കാർഡ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പുള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി അത്യാവശ്യം എല്ലാ മേഖലയിലും സ്റ്റാറ്റ്സിലുള്ളൊരു പ്ലെയറാണ്. ട്രിപ്പിൾ ചെയ്ത് അങ്ങനെ കളിപ്പിക്കാം. അത്യാവശ്യം ഫിനിഷിങ്, അതുപോലെ തന്നെ കിക്കിംഗ് വർക്കുള്ള ഒരു പ്ലെയറാണ്. ബാങ്ങേഴ്സൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലെയർ തന്നെയാണ്. ഇവിടെയും ഫോം അൺവേവറിങ് ആണ്, ഇഞ്ചറി റെസിസ്റ്റൻസ് ലോ ആണ്. അധിക കാർഡ്സും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു പാക്കിൽ വന്നത്. അതുകൊണ്ട് തന്നെ സ്കില്ല് നോക്കുകയാണെങ്കിൽ ഇതാണ് സ്പെഷ്യൽ സ്കില്ല്, ഫിനോമിനൽ ഫിനിഷിംഗ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് അടിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഡീപ് ലിങ്ക് ഫോർവേഡ് യൂസ് ചെയ്യാറുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ മുന്നേ വന്ന സാൻഡോസ് നെയ്മർ ഉണ്ടല്ലോ, ഫ്രീ തന്നെ, അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഡീപ് ലിങ്ക് ആയിട്ട്. പുള്ളി അങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല, കിട്ടിയാൽ മേ ബി കളിപ്പിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലേയേഴ്സിനെ കിട്ടി കളിപ്പിച്ചിട്ട് നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം. ഇത്രയൊക്കെ തന്നെ ഒരു ഓവർവ്യൂ ആയിട്ട് പറയാനുള്ളൂ. പ്രത്യേകിച്ച് വലിയ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് എനിക്ക് തോന്നിയ കാര്യങ്ങളും അവർക്ക് ഞാൻ എൻ്റെ സ്പെഷ്യൽ പ്രോഗ്രഷനാണ് എല്ലാവരും കൊടുത്തത്. കോച്ചിന് ഞാൻ തോന്നുന്നു അഡ്ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതെന്നെ മതി ഓട്ടോ പ്രോഗ്രഷൻ കൊടുത്തത്. എന്തായാലും എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോബൽ, സൊർലോത്ത്, മൈക്കൽ മെറീനോ, ഇവർ മൂന്നുപേരാണ് ടാർഗറ്റ്. കിട്ടിയാൽ കൊള്ളാം. കോബലിനാണെങ്കിൽ മേ ബി ഞാൻ മെയിൻ ലെവലല്ല മെയിൻ സ്കോഡിൽ തന്നെ ഇടാൻ ചാൻസ് ഉണ്ട് കിട്ടിയാൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഗൈസ്. സോ ഗൈസ്, എന്തെങ്കിലും ഡൗട്ടും ഉണ്ടെങ്കിൽ ആരും കാണുന്നുണ്ടെങ്കിൽ ചോദിക്കുക, എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാം കമൻറ്റിൽ കൂടെ. നാളെ ഞാൻ മേ ബി എൻ്റെ അക്കൗണ്ട് റിവ്യൂ
ചെയ്യായിരിക്കും. എനിക്ക് ചെറിയ ചെറിയ കോയിൻസിൽ കിട്ടിയാണല്ലോ പ്ലേസിനൊക്കെ. അപ്പോൾ ജസ്റ്റ് പട്ടിഷോ പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ. അപ്പോൾ ഗൈസ് ബൈ, നാളെ കാണാം.